everyone, welcome back to Tales of Lavana. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുക്കിംഗ് വീഡിയോ ആണ്. ഞാൻ യൂട്യൂബിൽ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് കുറച്ച് നാളായി. കാരണം ഞാൻ കുറച്ച് തിരക്കിലൊക്കെ ആയിരുന്നു. ഞാൻ ഷോർട്സും മാത്രം അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ഈ വീഡിയോ ഷൂട്ട് വെച്ചിട്ട് കുറച്ച് നാളായി. അപ്പോൾ എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടുന്നതുകൊണ്ടാണ് എഡിറ്റ് ചെയ്താണ്ടിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുക്കിംഗ് വീഡിയോ ആണ്. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബിരിയാണി റൈസാണ്. ഫുൾ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ചെയ്ത് ചിക്കൻ കറിയും റൈസും രണ്ട് സെപ്പറേറ്റ് വീഡിയോ ആയിട്ടാണ് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞൊരു പെർഫെക്റ്റ് റൈസ് റെസിപ്പിയാണ്. കുക്കറിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വെറും 15 മിനിറ്റ് എടുക്കത്തുള്ളൂ. പിന്നെ വേറൊരു ഗുണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ മെത്തേഡ് ഉപയോഗിച്ച് ഏത് റൈസിൽ വേണമെങ്കിലും നമുക്ക് ബിരിയാണി റൈസ് പോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബസ്മതി റൈസോ പച്ചരിയോ കൈമ റൈസോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാൻ ഇവിടെ ജീരകശാല റൈസ് അല്ലെങ്കിൽ കൈമ റൈസാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു കുറേ പോകുന്നില്ല. അപ്പം നമുക്ക് ബിരിയാണി റൈസ് ഉണ്ടാക്കിയാലോ? വായോ. ഞാനിപ്പോൾ ആ റൈസ് നല്ലപോലെ ഒരു 3-4 തവണ കഴുകിയിട്ട് കുതിർക്കാൻ വേണ്ടി വെള്ളം ഒഴിച്ച് വെച്ചേക്കുവാണ്. നിങ്ങൾക്ക് ഒട്ടും സമയമില്ലെങ്കിൽ ജസ്റ്റ് ഒരു 5 മിനിറ്റ് കുതിർത്താൽ മതിയായിരിക്കും. സമയം ഉണ്ടെങ്കിൽ ഒരു 20-25 മിനിറ്റ് കുതിർത്ത് വെക്കുക. കുക്കറിലേക്ക് കുറച്ച് നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കുക. ചൂടായി വരുമ്പം കുറച്ച് പെരുംജീരകം, കുറച്ച് പട്ട, കുറച്ച് ഗ്രാമ്പു, കുറച്ച് ഏലക്ക ഒന്നിട്ട് എല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കുക. ചെറുതായിട്ട് മൂത്ത് വരുമ്പം അതിൽ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന സവോള അതിടുക. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ബിരിയാണിയാണ്. അതുകൊണ്ട് ഞാൻ ചിക്കൻ വറുത്ത് 2 പീസ് ഈ സ്റ്റേജിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വെജിറ്റേറിയൻ ബിരിയാണി ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ക്യാരറ്റോ അങ്ങനെ ഇതിലും ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ചിക്കൻ എല്ലാമായിട്ട് മൂത്ത് വരുമ്പം കഴുകി കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അരി ഒന്ന് മിക്സ് ആയി വരുമ്പം ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കുറച്ച് കറിവേപ്പിലയും ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഇതെല്ലാം ഒന്ന് മിക്സായി വരുമ്പം ഇതിലേക്ക് വെള്ളം ചേർക്കുക. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് ചേർക്കേണ്ടത്. ഞാനിവിടെ 4 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു കണക്കിൽ അത്രയും വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. നമ്മൾ കുറവ് വെള്ളം ഒഴിച്ചാൽ മതി. ഞാനിവിടെ 5.5 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുള്ളൂ. ഇപ്പോൾ നിങ്ങൾ കുറച്ച് അരി എടുക്കുന്നുള്ളെങ്കിൽ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം, ആ ഒരു രീതിക്ക് വേണം വെള്ളം ഒഴിക്കാൻ. നാരങ്ങ നീരങ്ങളെ ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് നാരങ്ങ മുഴുവനായിട്ട് ഇടാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇടുമ്പോൾ ഈ തൊണ്ട് ഫുള്ള് പീൽ ചെയ്ത് കളഞ്ഞിട്ടിടാൻ വേണ്ടി ശ്രമിക്കുക, അല്ലെ കയ്പ്പ് വരും. ചെറുതായിട്ട് തിള വന്ന് തുടങ്ങുമ്പോൾ കുക്കർ അടച്ചു വെക്കുക. കുക്കർ അടച്ചു വെക്കുമ്പോൾ മറ്റേ പിസിലെടുത്ത് മാറ്റാൻ മറക്കരുത്. ഒരു ഹൈ ഫ്ലെയിമിൽ 3 മിനിറ്റ്, ലോ ഫ്ലെയിമിൽ ഒരു 12 മിനിറ്റ് വെച്ചാൽ മതിയാവും. നമ്മൾ റൈസ് പെർഫെക്റ്റ് ആയിട്ട് കുക്ക് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാൻ പാകത്തിനാവും. നമ്മുടെ 15 മിനിറ്റ് ടൈമർ വെച്ചിട്ടുണ്ട്. 3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കുക, ബാക്കി 12 മിനിറ്റ് ലോ ഫ്ലെയിമിൽ. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം നമുക്ക് തുറന്നു നോക്കാം. 15 മിനിറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ കുക്കർ തുറക്കുക. റൈസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കിന്ന് ലെയർ ചെയ്തെടുക്കാം. ഹാഫ് പോർഷൻ ആദ്യമേ ഒരു പാത്രത്തിലേക്ക് ഇട്ടു. എന്നിട്ട് അതിലേക്ക് പൈനാപ്പിൾ എസൻസ് കുറച്ച് ചേർക്കുകയാണ്. പൈനാപ്പിൾ എസൻസും കുറച്ച് സവോള വറുത്തതും മല്ലിയിലയും പുതിനയിലയും കിസ്മിസും കാഷ്നട്ടും ഇട്ട് അതിലേക്ക് പിന്നെയും നമ്മുടെ ബാക്കി റൈസ് ഫുൾ ഇടുക.
ഈ പൈനാപ്പിൾ എസൻസും മല്ലിയില, പുതിനയില, മുന്തിരി, കാഷ്യൂനട്ട് എന്നിവ വറുത്തതും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ, നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള ബിരിയാണി റെഡി ആയിരിക്കുന്നു.